Hello, welcome to Vinny's Educare. I am your mentor and guide Vinita. Today I have come with the second lesson of Vistas, that is the Tiger King. Now before we move forward, there is a question which has been put to us by the writer whose actual name is Ramaswamy Krishnamurti, but his pen name is Kalki. He was not just a writer, he was a political activist as well as political article writers also. Now he died at the age of 55 in Chennai. Okay. Now the question that he asks us is, what is the general attitude of human beings towards wild animals? If we confront wild animals, what do we do? Normally a normal human being, നമ്മൾ ഓടിപ്പോകും. വൈൽഡ് ആനിമൽസ് ഉള്ളിടത്തോട് നമ്മൾ പരമാവധി പോകാണ്ട് നോക്കും. ഇനി അഥവാ നമ്മൾ അതിൻ്റെ മുമ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്കും. ഹണ്ടിങ് ഇഷ്ടമുള്ള ആൾക്കാർ അവരെ ഹണ്ട് ചെയ്യും, അല്ല ഇങ്ങോട്ട് ഉപദ്രവിക്കും എന്ന് വിചാരിച്ച് അതിനെ കയറി കൊല്ലുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻ വിച്ച് സിറ്റുവേഷൻ യു കൺഫ്രണ്ട് എ വൈൽഡ് ആനിമൽ. ഈ ഒരു കഥയിലത്തെ രാജകുമാരൻ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറും ടൈഗറും, വൈൽഡ് ആനിമലായ ടൈഗറും തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ ഉള്ളതെന്നാണ് ഈ ഒരു ലെസണിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഓക്കെ, so the Maharaja of Pratibandhapuram is the hero of this story. He may be identified as His Highness Jamedar General Khiledar Major, Sada Vyagra Samahari, Maharajadiraja Vishwabhamana Samrat, Sir Jilani Jang Jang Bahadur, MAD, ACTC or CRCK, but this name is often shortened to Tiger King. So he is the main character, that is the Maharaja of Pratibandhapuram, is actually known by various names, but the famous name is the Tiger King, with which he is known. Okay, so we are going to learn about this particular king. I have come forward to tell you why he came to be known as Tiger King. I have no intention of pretending to advance only to end in a strategic withdrawal. Even the threat of a Stuka bomber will not throw me off track. The Stuka, if it likes, can beat a hasty retreat from my story. So റൈറ്റർ ഇസ് ജസ്റ്റ് ഗിവിങ് എൻ ഇൻട്രൊഡക്ഷൻ. അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയാം എന്തുകൊണ്ടാണ് ഈ ഒരു രാജാവിന് ടൈഗർ കിങ് എന്നുള്ള പേര് വന്നത്. എനിക്ക് ഈ കഥ വെറുതെ ഒരു കഥ പറയുന്ന ലാഘവത്തോടു കൂടി പറഞ്ഞു തീർക്കാനല്ല എൻ്റെ താല്പര്യം. ഞാൻ എല്ലാത്തിനും ഒരു വ്യക്തമായ കാരണം തന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ കഥ പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ സ്ട്രാറ്റജിക് വിഡ്രോവൽ, എങ്ങനെയോ തുടങ്ങി എവിടെയോ പോയി നിർത്തി, അങ്ങനെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഐ എം ഗോയിങ് ടു ഗിവ് യു ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ. ഇനി അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സ്തൂക്ക ബോംബർ എന്നുദ്ദേശിക്കുന്ന ഒരു പ്ലെയിനാണ്, വിച്ച് ഈസ് യൂസ്ഡ് ബൈ the German people. It was used in the warfare in order to ബോംബ് സർട്ടൻ ഏരിയാസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്തൂക്ക വന്നാലും, എന്നെ ബോംബിടാൻ ശ്രമിച്ചാലും, എന്നെ ഉപദ്രവിക്കാൻ നോക്കിയാലും ഞാൻ എൻ്റെ ഈ ഒരു കഥ പറയുക എന്നുള്ള ആ ഒരു ഡ്യൂട്ടിയിൽ നിന്നും ഞാൻ പിന്മാറില്ല. ചിലപ്പം ഈ സ്തൂക്ക തന്നെ പിന്മാറി പോകുമായിരിക്കും അതിന് താല്പര്യമുണ്ടെങ്കിൽ, ബട്ട് ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ മൈ സ്റ്റോറി എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ്. Then, right at the start, it is imperative to disclose a matter of vital importance about the Tiger King. തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രഹസ്യം അല്ലെങ്കിൽ ഒരു ഫാക്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഈ ഒരു കഥ തുടങ്ങുന്നതിന് മുമ്പ്. ഇത് പറയുന്നത് നമ്മുടെ കൽക്കിയാണ്. എവറി വൺ ഹു റീഡ്സ് ഓഫ് ഹിം വിൽ എക്സ്പീരിയൻസ് ദി നാച്ചുറൽ ഡിസയർ ടു മീറ്റ് എ മാൻ ഓഫ് ഹിസ് ഇൻഡോമിറ്റബിൾ കറേജ് ഫേസ് ടു ഫേസ്. ആര് ഈ രാജാവിനെ പറ്റി വായിച്ചാലും അവർക്ക് അപ്പം തന്നെ തോന്നും ഈ രാജാവിനെ മുഖാമുഖം കാണണമെന്ന്. ബട്ട് ദെയർ ഈസ് നോ ചാൻസ് ഓഫ് ഇറ്റ്സ് ഫുൾഫിൽമെൻറ്റ്. പക്ഷേ ആ ഒരു ആഗ്രഹം ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. കാരണം ആസ് ഭരത സെഡ് ടു രാമ അബൌട്ട് ദശരഥ, ഭരതൻ പോയി രാമനോട് ദശരഥൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞ പോലെ തന്നെ ഞാനും പറയട്ടെ, ദ ടൈഗർ കിങ് ഹാസ് റീച്ച്ഡ് ദാറ്റ് ഫൈനൽ അബോർഡ് ഓഫ് ഓൾ ലിവിങ് ക്രീച്ചേഴ്സ്. ഇൻ അതർ വേർഡ്സ്, ദ ടൈഗർ കിങ് ഇസ് ഡെഡ്. ശ്രീരാമനോട് ഭരതൻ പോയി ദശരഥ മഹാരാജാവിൻ്റെ അന്ത്യം പറഞ്ഞ പോലെ ഞാനും പറയട്ടെ, ഈ ടൈഗർ കിങ് എവിടെയാണോ ഫൈനലി എല്ലാ ജീവജാലങ്ങളും എത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞു. അതായത് ഫൈനൽ ഡെസ്റ്റിനേഷനായ മരണത്തിലോട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞു ഈ രാജാവ്. അതുകൊണ്ട് ആർക്കും മുഖാമുഖം അദ്ദേഹത്തെ കാണാൻ പറ്റും എന്ന് പറ്റില്ല എന്നാണ് നമ്മുടെ ഈ ഒരു കൽക്കി നമ്മളോട് പറയുന്നത്.
ഓക്കെ, ഇനിയും അദ്ദേഹം പറയുന്നത് ദ മാനർ ഓഫ് ഹിസ് ഡെത്ത് ഇസ് എ മാറ്റർ ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ്. അദ്ദേഹം മരിച്ചത്, അതായത് ഈ മഹാരാജാവ് മരിച്ച രീതി ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വേയിലാണ് ആൾ മരിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റിവീൽഡ് ഓൺലി അറ്റ് ദി എൻഡ് ഓഫ് ദി ടെയിൽ. കഥ കഴിയുമ്പോൾ മാത്രമേ, അതല്ലെങ്കിൽ ഈ കഥയുടെ ക്ലൈമാക്സിൽ മാത്രമേ എനിക്ക് ആ മരണത്തെപ്പറ്റി റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. The most fantastic aspect of his demise was that as soon as he was born, astrologers had foretold that one day the Tiger King would actually have to die. ഇവിടെ ഒരു അയണി കൊണ്ടുവന്നിരിക്കുന്ന ഒരു തമാശ രീതിയിലാണ് പറയുന്നത്. ഏറ്റവും എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഏറ്റവും ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ആസ്ട്രോളജേഴ്സ് പറഞ്ഞിരുന്നു അദ്ദേഹം മരിച്ചു പോകുന്നു. വെരി ഫണി റൈറ്റ്? ഇതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ആസ്ട്രോളജറിൻ്റെ പ്രിഡിക്ഷനൊന്നും ആവശ്യമില്ല. ബട്ട് ദർ സംതിങ് വിച്ച് ആസ്ട്രോളജേഴ്സ് ആർ ഹൈഡിങ്. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നത്. The astrologers are saying that the child will grow up to become a warrior of warriors, hero of heroes, champion of champions, but they with their lips and swallowed hard. അപ്പം ആസ്ട്രോളജേഴ്സ് പറയും ഇദ്ദേഹം വലിയൊരു വാരിയറായിരിക്കും, വലിയൊരു ഹീറോ ആയിരിക്കും, വലിയൊരു ചാമ്പ്യൻ ആയിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞവർ നിൽക്കുമ്പോൾ, when compelled to continue, the astrologers came out with it. അവരോട് പറയൂ, എന്താ നിങ്ങൾ നിന്നത്, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയൂ എന്ന് പറയുമ്പോൾ അവർ പറയും, ആസ്ട്രോളജേഴ്സ് പറയും, ദിസ് ഈസ് എ സീക്രറ്റ് വിച്ച് ഷുഡ് നോട്ട് ബി റിവീൽഡ് ടു ഓൾ or at all, and yet we are forced to speak out. The child born under this star will one day have to meet its end. Again back to square one. അവർ പറയുന്നത് നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്, ഇതൊരു വലിയ സീക്രട്ടാണ്, ഇതങ്ങനെ എല്ലാവർക്കും പറയാൻ പാടില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഈ ഒരു നക്ഷത്രം, ഇപ്പോൾ ഈ കുട്ടി ജനിച്ചേക്കുന്ന നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരാളും മരണപ്പെടും. Again, very funny. Same thing happens to everyone. It's very common. So, something happens. At that very moment, a great miracle took place. An astonishing phrase emerged from the lips of the 10-day-old Jilani Janjan Bahadur. Oh, wise prophets! So, ആ ഒരു സമയം രണ്ട് പ്രാവശ്യവും ഈ ആസ്ട്രോളജേഴ്സ് ഒരേ കാര്യം വളച്ചു കെട്ടി പറഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടന്നു. 10 ദിവസം മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ വായിൽ നിന്നും വാക്കുകൾ പുറപ്പെട്ടു. എന്താണ് ആ കുട്ടി പറഞ്ഞത്? ഓ വൈസ് പ്രോഫിറ്റ്സ്, എൻ്റെ ബുദ്ധിമാന്മാരായ പ്രവാചകരെ എന്നാണ് കുട്ടി പറയുന്നത്. എവ്രി വൺ സ്റ്റുഡ് ട്രാൻസ്ഫിക്സ്ഡ് ഇൻ സ്റ്റുപെഫാക്ഷൻ. ദേ ലുക്ഡ് വൈൽഡ്ലി അറ്റ് ഈച്ച് അതർ ആൻഡ് ബ്ലിങ്ക്ഡ്. ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും നിന്നെടുത്ത് തന്നെ സ്റ്റാച്യു പോലെ നിന്നു, സ്തംഭിച്ച് നിന്നുപോയി. അവർ പരസ്പരം നോക്കാൻ തുടങ്ങി, കണ്ണുകൾ മിന്നിക്കാൻ തുടങ്ങി. എന്താണ് അവർ പരസ്പരം നോക്കിയത്? എനിക്കിത് തോന്നിയതാണോ, ഇവർക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നിയോ എന്നുള്ളൊരു രീതിയിൽ പരസ്പരം നോക്കാൻ തുടങ്ങി. അപ്പോൾ again the child speaks out. Oh wise prophets, it was I who spoke. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൺഫ്യൂസ് ആവേണ്ട, ഞാൻ തന്നെയാണ് സംസാരിച്ചത്. This time there was no ground for doubt. It was the infant born just 10 days ago who had enunciated the words so clearly. ഈ പ്രാവശ്യം ആർക്കും ഒരു സംശയം തോന്നിയില്ല. 10 ദിവസം മുമ്പ് ജനിച്ച ഈ കുട്ടി തന്നെയാണ് ഈ വാക്കുകൾ പ്രൊനൗൺസ് ചെയ്ത് പറഞ്ഞത് എന്ന് എല്ലാവർക്കും ബോധ്യമായി. The chief astrologer took off his specs and gazed intently at the baby. ഇത് മനസ്സിലാക്കിയപ്പോൾ മെയിൻ ആയിട്ടുള്ള ആ ആസ്ട്രോളജർ അദ്ദേഹത്തിൻ്റെ സ്പെക്സൊക്കെ മാറ്റിയിട്ട് വളരെ ഒരു അത്ഭുതത്തോടു കൂടി കുട്ടീനെ നോക്കാൻ തുടങ്ങി. All those who are born will one day have to die. We don't need your predictions to know that. There would be some sense in it if you could tell us the manner of that death. The royal infant uttered these words in his little squeaky voice. കുട്ടി പറയാണ്, ഒരു ദിവസം ജനിക്കുന്ന ഒരാൾ ഒരു ദിവസം മരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് നിങ്ങളുടെ പ്രഡിക്ഷൻസ് വേണ്ട. എങ്ങനെയായിരിക്കും ആ മരണം എന്ന് താങ്കൾക്ക് പറയാൻ പറ്റിയാൽ അത് പറയൂ. The chief astrologer placed his finger on his nose in wonder. A baby barely 10 days old opens its lips in speech. Not only that, it also raises intelligent questions. Incredible. Rather like the bulletins issued by the war office than facts. So your astrologer is completely surprised, and he's thinking ഒരു 10 ദിവസം പ്രായമുള്ള കുഞ്ഞ് പറയുക മാത്രമല്ല, അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ശരിക്കും ഈ ബുള്ളറ്റിൻ ബോർഡ്സ് ഉണ്ടല്ലോ, നമ്മളുടെ വാറിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്ന ബുള്ളറ്റിൻ ബോർഡ്സിൽ പറയുന്ന പോലെ തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. The chief astrologer took his finger off his nose and fixed his eyes upon the little prince. അപ്പം ചീഫ് ആസ്ട്രോളജർ മുഖത്തുനിന്ന് കൈയൊക്കെ മാറ്റി ആ ഒരു സർപ്രൈസൊക്കെ മാറിയിട്ട് ലിറ്റിൽ പ്രിൻസിനോട്
അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് പറയാണ്, "The prince was born in the hour of the bull. The bull and the tiger are enemies. Therefore, death comes from the tiger," he explained. സോ ഇനിയുമാണ് ആസ്ട്രോളജർ ശരിക്കുള്ള കാര്യത്തിലോട്ട് വരുന്നത്. അദ്ദേഹം പറയാണ്, താങ്കൾ ജനിച്ച സമയത്ത്, താങ്കളുടെ ജനന സമയത്തുള്ള ആനിമൽ എന്ന് പറയുന്നത് ബുള്ളാണ്. ബുൾ ആൻഡ് ടൈഗേഴ്സ് ആർ എനിമീസ്. സോ താങ്കൾ മരിക്കാൻ പോണത് ഒരു ടൈഗറിലൂടെ ആയിരിക്കും. ഇതാണ് എനിക്ക് ആക്ച്വലായിട്ട് പ്രവചിക്കാൻ ഉള്ളതെന്നുള്ള രീതിയിൽ ആ ആസ്ട്രോളജർ കാര്യങ്ങൾ തുറന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഇനിയിപ്പം നമ്മുടെ റൈറ്ററാണ് നമ്മളോട് പറയുന്നത്, "യു മേ തിങ്ക് ദാറ്റ് ക്രൗൺ പ്രിൻസ് ജംഗ്ജംഗ് ബഹാദൂർ വാസ് ത്രോൺ ഇൻ ടു എ ക്വേക്ക് വെൻ ഹി ഹേർഡ് ദ വേർഡ് ടൈഗർ. That did not happen. As soon as he heard it pronounced, the crown prince gave a deep growl. Terrifying word emerged from his lips. Let tigers beware." So ആദ്യത്തെ സെൻറ്റൻസ് നമ്മളോട് റൈറ്റർ പറയാണ്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ഒരു ടൈഗർ എന്നുള്ള വാക്ക് കേട്ടപ്പോഴത്തേനും ആ കുഞ്ഞ് പ്രിൻസ് ജംഗ്ജംഗ് ബഹാദൂർ ശരിക്കും പേടിച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ല അവിടെ സംഭവിച്ചത്. ആ ഒരു ടൈഗർ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ നമ്മളുടെ കുട്ടി രാജാവിൻ്റെ വായിൽ നിന്നും ടൈഗർ ഗ്രൗൾ ചെയ്യുന്ന സൗണ്ടാണ് വന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വന്ന ഡയലോഗായിരുന്നു, "എല്ലാ ടൈഗേഴ്സും സൂക്ഷിക്കട്ടെ, ഞാൻ വരികയായി" എന്നുള്ള രീതിയിലാണ് ആ കുട്ടി അതവിടെ പറഞ്ഞത്. This account is only a rumor rife in Pratibandhapuram, but what hindsight we may conclude it was based on some truth. So ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് വീണ്ടും റൈറ്റർ പറയാണ്, ഈ ഒരു കഥ ഒരു റൂമർ പോലെ പ്രതിബന്ധപുരം എന്നുള്ള ഗ്രാമത്തിൽ പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷേ ഇത് കഴിഞ്ഞുള്ള സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും ഈ പറഞ്ഞ റൂമറിലും എന്തൊക്കെയോ വാസ്തവം ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, സോ ഇവിടെയാണ് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെക്കൻഡ് പാർട്ട്. Crown Prince Jang Bahadur grew taller and stronger day by day. No other miracle marked his childhood days apart from the event already described. The boy drank the milk of an English cow, was brought up by an English nanny, tutored in English by Englishmen, saw nothing but English films, exactly as the crown princes of all the other Indian states did. When he came of age at 20, the state which had been with the coat of wards until then came into his hands. So ആസ് എനി അതർ നോർമൽ ചൈൽഡ് നമ്മുടെ ഈ രാജാവ് വളർന്നു വന്നു. അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ മൊത്തം ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ളതായിരുന്നു. അദ്ദേഹത്തിനെ വളർത്തി വലുതാക്കിയത് ഒരു ഇംഗ്ലീഷ് നാനി ആയിരുന്നു. ശരിക്കും ഈ ഒരു സംഭവം ഇവിടെ പറയുമ്പോൾ നമ്മുടെ റൈറ്റർ കളിയാക്കുകയാണ്. അഗെയിൻ ഹീ ഈസ് ട്രൈങ് ടു മേക്ക് ഫൺ ഓഫ് അവർ ഓൾഡ് ഇന്ത്യൻ കിങ്സ് ഹൂ വെയർ under the custody of the British government, but they did not stop themselves from following what the English people were doing. അതുകൊണ്ട് തന്നെ കുട്ടികൾ, നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന രാജാക്കന്മാരൊക്കെ അവരോട് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സിനെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഈ ഇദ്ദേഹത്തെയും ഈ ജംഗ്ജംഗ് ബഹാദൂറിനെയും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ട്യൂട്ടേഴ്സൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് 20 വയസ്സായപ്പോഴത്തേനും അതുവരെ അച്ഛനില്ലാത്തതുകൊണ്ട് നമ്മുടെ കസ്റ്റഡി, രാജ്യത്തിൻ്റെ കസ്റ്റഡി കോർട്ട് ഓഫ് വാർഡ്സിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇദ്ദേഹത്തിന് തിരിച്ച് രാജ്യം കിട്ടി രാജാവായി. ഓക്കെ, അങ്ങനെ രാജാവായപ്പോഴാണ് ആൾക്കാർ പഴയ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. ബട്ട് എവ്രി വൺ ഇൻ ദ കിങ്ഡം റിമെമ്പേർഡ് ദി ആസ്ട്രോളജേഴ്സ് പ്രിഡിക്ഷൻ. When he continued to discuss the matter, slowly it came to the Maharaja's ears. So ആൾക്കാർ രാജാവായ ഉടനെയാണ് അവർക്ക് പഴയ കാര്യങ്ങൾ പ്രവചിച്ചത് ഓർമ്മ വരുന്നത്. രാജാവ് വീരശൂര പരാക്രമിയായിരിക്കും, അദ്ദേഹം നല്ല പേര് കേൾക്കും, പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യം ഒരു ടൈഗറാലായിരിക്കും. അങ്ങനത്തെ ആ സംസാരം പതുക്കെ നമ്മളുടെ രാജാവിൻ്റെ ചെവിയിലെത്തി. There were innumerable forests in the Pratibandhapuram state. They had tigers in them. The Maharaja knew the old saying, "You may kill even a cow in self-defense." There could certainly be no objection to killing tigers in self-defense. The Maharaja started out on a tiger hunt. So, tiger ആണ് എൻ്റെ അന്ത്യം കാണിച്ചു തരാൻ പോണേ എന്നുള്ള വാസ്തവം അറിഞ്ഞപ്പോൾ മഹാരാജ വിചാരിച്ചു, എന്തുകൊണ്ട് ഞാൻ എൻ്റെ രാജ്യത്തുള്ള ടൈഗേഴ്സിനെ കൊന്നുകൂടാ? ടൈഗേഴ്സ് ഉണ്ടെങ്കിലല്ലേ എന്നെ അവർ കൊല്ലുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മരണം അവരാലാകുകയുള്ളൂ. അതുകൊണ്ട്
വൈ കാണ്ട് ഐ ജസ്റ്റ് കിൽ ഓൾ ദി ടൈഗേഴ്സ് എന്നുള്ള ചിന്ത വന്നപ്പോൾ ആളുടെ ഒരു കോൺസെപ്റ്റിന് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണ്, പുരാണങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഒരു പശു നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ സെൽഫ് ഡിഫെൻസ് ആയിട്ട് പശുവിനെ പോലും നമുക്ക് കൊല്ലാം. അങ്ങനെയാവുമ്പോൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഒരു ടൈഗറിനെ കൊല്ലുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് സ്വയം ജഡ്ജ് ചെയ്തുകൊണ്ട് ആൾ ടൈഗർ ഹണ്ടിങ്ങിന് ഇറങ്ങുകയാണ്. The Maharaja was thrilled beyond measure when he killed his first tiger. He sent for the state astrologer and showed him the dead beast. സോ ആദ്യത്തെ ടൈഗറിനെ കൊന്നപ്പോൾ മഹാരാജാവിന് വളരെയധികം സന്തോഷമായി. ഉടനെ തന്നെ നമ്മുടെ ചീഫ് ആസ്ട്രോളജറിനെ വിളിച്ചു വരുത്തിയിട്ട് കാണിച്ചു കൊടുത്തു, നോക്കൂ നീ അല്ലേ പറഞ്ഞ ടൈഗറിനെ കൊല്ലുന്നു, ഞാൻ ടൈഗറിനെ കൊന്നു എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കും. ആൻഡ് ഹി സെയിങ്, വാട്ട് ഡു യു സേ നൗ, ഹി ഡിമാൻഡഡ്. യുവർ മെജസ്റ്റി may kill 99 tigers in exactly the same manner, but the astrologer drawled. But what? Speak without fear. But you must be very careful with the 100th tiger. So, astrologer പറയാണ്, രാജാവേ താങ്കൾ 99 ടൈഗേഴ്സിനെ ഇതേ രീതിയിൽ ചിലപ്പം വളരെ എളുപ്പത്തിൽ കൊല്ലാൻ സാധിക്കുമായിരിക്കും താങ്കൾക്ക്. പക്ഷേ നിങ്ങൾ നിൽക്കുമ്പോൾ രാജാവ് പറയും, എന്തിനാ നീ നിന്നത്, പേടിക്കേണ്ട കാര്യം പറ. സോ ആസ്ട്രോളജർ പറയാണ്, 100ാമത്തെ ടൈഗറിനെ കൊല്ലുമ്പം താങ്കൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ അതിന് മറുപടിയായിട്ട് രാജാവ് പറയാണ്, വാട്ട് ഇഫ് ദി 100th ടൈഗർ വെർ ഓൾസോ കിൽഡ്? ഞാൻ 100ാമത്തെ ടൈഗറിനെ കൊന്നാലോ, പിന്നെന്താ സംഭവിക്കുക? ദെൻ ഐ വിൽ ടിയർ അപ്പ് all my books on astrology, set fire to them, and I shall cut off my tuft, crop my hair short, and become an insurance agent. The astrologer finished on an incoherent note. സോ അദ്ദേഹം പറയുകയാണ്, അങ്ങനെ 100ാമത്തെ ടൈഗറിനെ താങ്കൾ കൊന്നാൽ മഹാരാജാവേ, ഞാൻ എൻ്റെ ഈ ആസ്ട്രോളജിയിലുള്ള ബുക്സ് മൊത്തം കീറി ഞാനത് തീയിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ തലമുടിയൊക്കെ വെട്ടി ഞാൻ എൻ്റെ ഈ ഒരു ആസ്ട്രോളജിയുടെ പണി നിർത്തി ഞാനൊരു സാധാരണ ഇൻഷുറൻസ് ഏജൻറ്റായിട്ട് ജീവിക്കും. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടാണ് ആസ്ട്രോളജർ ഇത് നമ്മളുടെ രാജാവിനോട് പറയുന്നത്. The third part. From that day onwards, it was celebration time for all the tigers inhabiting Pratibandhapuram. The state banned tiger hunting by anyone except the Maharaja. A proclamation was issued to the effect that if anyone dared to fling so much as a stone at a tiger, all his wealth and property would be confiscated. Now what happens? It was a celebration time for all the tigers in Pratibandhapuram. Pratibandhapuram എന്ന് പറയുന്ന സ്റ്റേറ്റിലത്തെ എല്ലാ ടൈഗേഴ്സിനും സെലിബ്രേഷൻ ടൈമായിരുന്നു ആ സമയത്ത്. അവർക്ക് അറിയില്ലല്ലോ കുറച്ച് കാലത്തേനേ ഉള്ളൂ എന്നുള്ളത്, പാവങ്ങളല്ലേ. എന്തായിരുന്നു സെലിബ്രേഷൻ ടൈം? കാരണം നമ്മളുടെ രാജാവ് പറഞ്ഞു, ഇനി മേലാക്കം പ്രതിബന്ധപുരം സ്റ്റേറ്റിൽ ഒരു മനുഷ്യനും ടൈഗറിനെ ഹണ്ട് ചെയ്യില്ല. ഹണ്ട് ചെയ്യുന്നത് പോട്ടെ, ആരെങ്കിലും ഒരു കല്ലുകൊണ്ടെങ്കിലും ഒരു ടൈഗറിനെ നോവിച്ചാൽ അയാളുടെ സമ്പത്ത് മൊത്തം പിടിച്ചെടുക്കപ്പെടുന്നതായിരിക്കും. സോ ദ ടൈഗേഴ്സ് വർ സെലിബ്രേറ്റിംഗ്. ഓക്കെ, ബട്ട് വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? രാജാവ് സ്വയം 100 ടൈഗേഴ്സിനെ എത്രയും പെട്ടെന്ന് കൊല്ലാൻ വേണ്ടിയാണ് മറ്റാരും ഒരു ടൈഗറിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നത്. ഓക്കെ, so the Maharaja vowed he would attend to all other matters only after killing the 100 tigers. Initially, the king seemed well set to realize his ambition. So രാജാവ് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ ബാക്കി എല്ലാ രാജകീയമായിട്ടുള്ള പണികൾ മൊത്തം എൻ്റെ ഈ ഒരു ടാസ്ക് ഫുൾഫിൽ ചെയ്തിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ലെറ്റ് മീ ജസ്റ്റ് ഫിനിഷ് killing 100 tigers, then I will come back and look after my state. ആദ്യം കുറച്ച് നാൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കുറേ ടൈഗേഴ്സിനെ കൊല്ലാൻ പറ്റി. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ്? നോട്ട് ദാറ്റ് ഹി ഫേസ്ഡ് നോ ഡേഞ്ചേഴ്സ്. There were times when the bullet missed its mark, the tiger leapt upon him and he fought the beast with his bare hands. Each time it was the Maharaja who won. So വളരെ എളുപ്പത്തിൽ തന്നെ ആദ്യത്തെ കുറേ ടൈഗേഴ്സിനെ കൊല്ലാൻ പറ്റി എന്ന് പറയുമ്പോൾ ഒട്ടും ഡേഞ്ചർ ഉണ്ടായിരുന്നില്ല എന്നല്ല അർത്ഥം. പല പ്രാവശ്യവും ഷൂട്ട് ചെയ്യുന്ന ബുള്ളറ്റ് മിസ്സായിട്ടുണ്ട്. പല പ്രാവശ്യവും ടൈഗേഴ്സ് തിരിച്ച് രാജാവിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. രാജാവ് ഒരു വെപ്പൺസും ഇല്ലാണ്ട് ബെയർ ഹാൻഡ്സ് ഉപയോഗിച്ച് ടൈഗറുമായിട്ട് മല്ല് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ജയിച്ചിരുന്നത് മഹാരാജാവ് തന്നെ ആയിരുന്നു. അറ്റ് another time he was in danger of losing his throne. A high ranking British officer visited Pratibandhapuram.
He was very fond of hunting tigers and fonder of being photographed with the tiger he had shot. As usual, he wished to hunt tigers in Pratibandhapuram. But the Maharaja was firm in his resolve. He refused permission. I can organize any other hunt. You may go on a boar hunt. You may conduct a mouse hunt. We are ready for a mosquito hunt. A tiger hunt? That's impossible. So, ഒരു സമയം എത്തിയപ്പോൾ രാജാവിൻ്റെ രാജ്യം തന്നെ കൈവിട്ട് പോകുമെന്നുള്ളൊരവസ്ഥയിലെത്തി. കാരണം ഒരു ഹൈ റാങ്കിങ് ബ്രിട്ടീഷ് ഓഫീസർ പ്രതിബന്ധപുരത്ത് എത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ടൈഗേഴ്സിനെയൊക്കെ ഒന്ന് ഹണ്ട് ചെയ്ത് ആ ടൈഗറിൻ്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണം, അതുകൊണ്ട് ഐ നീഡ് ദ പെർമിഷൻ ടു ഹണ്ട് ഇൻ യുവർ സ്റ്റേറ്റ് എന്ന് ചോദിക്കും. മഹാരാജാവ് സമ്മതിച്ചു കൊടുക്കുമോ? സ്വന്തം ആൾക്കാരെ തന്നെ സമ്മതിക്കുന്നില്ല, അപ്പോൾ പിന്നെ ബ്രിട്ടീഷ് ഓഫീഷ്യനെ സമ്മതിച്ചില്ല. സോ അവർ പറയും, താങ്കൾ ഇവിടെ പോയിട്ട് വേറെ എന്തിനെയോ ഹണ്ട് ചെയ്തോളൂ, പോയി ഒരു പിഗിനെ ഹണ്ട് ചെയ്യാം, നിങ്ങൾക്ക് പോയൊരു മൗസിനെ ഹണ്ട് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് മസ്കിറ്റോനെ ഹണ്ട് ചെയ്യാം, പക്ഷേ ടൈഗർ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് രാജാവ് പറയുന്നു. The British officer's secretary sent word to the Maharaja through the Diwan that the Durai himself did not have to kill the tiger. The Maharaja could do the actual killing. What was important to the Durai was a photograph of himself holding the gun and standing over the tiger's carcass. But the Maharaja would not agree even to this proposal. If he relented now, what would he do if other British officers turned up for tiger hunts? So രാജാവ് ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബ്രിട്ടീഷ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയിലൂടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും. ദീവാൻ എന്ന് പറയുന്നത് നമ്മുടെ രാജാവ് കഴിഞ്ഞിട്ട് രാജാവിൻ്റെ ആ ഒരു കൊട്ടാരത്തിലെ നെക്സ്റ്റ് ഹൈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ദീവാനാണ്. ദീവാണ് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത്, സോർട്ട് ഓഫ് അക്കൗണ്ടൻറ്റ് ഓഫീസർ, ഓക്കെ, അക്കൗണ്ട്സ് ഓഫീസർ. സോ ദീവാനോട് വന്ന് ബ്രിട്ടീഷ് ഓഫീസിൻ്റെ സെക്രട്ടറി പറയും, നോക്കൂ, ശരിക്കും രാജാവ് കൊന്നോട്ടെ ടൈഗറിനെ, അത് പ്രശ്നമല്ല, പക്ഷെ ആ കൊന്ന ടൈഗറിൻ്റെ അടുത്ത് നിന്ന് ഗണ്ണൊക്കെ എടുത്ത് ഒരു ഫോട്ടോ എടുക്കാനുള്ള അനുവാദമെങ്കിലും ഞങ്ങളുടെ സാറിന്, ഞങ്ങളുടെ ബ്രിട്ടീഷ് ഓഫീസറിന് നൽകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് മഹാരാജാവ് സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ല. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ ഇന്ന് ഒരാളെ അങ്ങനെ വരാൻ സമ്മതിച്ചാൽ നാളെ വീണ്ടും കുറേ ഓഫീസേഴ്സ് വന്ന് എന്നോട് ഇതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ഫൈനൽ, ഞാൻ സമ്മതിക്കില്ല, ഐ എം നോട്ട് ഗോയിങ് ടു അലൗ ഇറ്റ്. അങ്ങനെ ആയപ്പോഴാണ് രാജാവിൻ്റെ കയ്യിൽ നിന്നും രാജ്യം ബ്രിട്ടീഷ് സർക്കാർ തിരിച്ചെടുക്കുമോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന് വന്നത്. അപ്പം നമ്മുടെ രാജാവ് ഭയങ്കര സ്മാർട്ടാണ്, അത് ഒരുപടി മുന്നേ ചിന്തിച്ചു. ഓക്കെ, അപ്പോൾ എന്താ അവർ ചെയ്തത്? Because he prevented a British officer from fulfilling his desire, the Maharaja stood in danger of losing his kingdom itself. The Maharaja and the Diwan held deliberations over the issue. Deliberation means discussions. മഹാരാജാവും ദിവാൻജിയും കൂടി ഇരുന്നിട്ട് ഭയങ്കര ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് ഒരു കൺക്ലൂഷനിലെത്തും. വെരി സ്മാർട്ട് കൺക്ലൂഷൻ they reach up to. You know what? As a result, a telegram was dispatched forthwith to a famous British company of jewelers in Calcutta. Send samples of expensive diamond rings of different designs. So അവർ രണ്ടുപേരും കൂടെ പരസ്പരം ഇങ്ങനെ കുറേ ഡിസ്കഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു ടെലിഗ്രാം അയക്കുന്നു കൽക്കറ്റയിലുള്ള ഒരു ബ്രിട്ടീഷ് കമ്പനി ജ്വല്ലർ ഗ്രൂപ്പിനോട്ട്. എന്നിട്ട് അവർ പറയുന്നു, പെട്ടെന്ന് തന്നെ ഒരു 50 ഡയമണ്ട് റിങ്സ് അയക്കുമെന്ന് പറയുന്നു. ഡയമണ്ട് റിങ്സ് കൊണ്ടുപോയി ആ ബ്രിട്ടീഷ് ഓഫീസറിന് കൊടുക്കാനല്ല, ഇത് കൊണ്ടുപോയിട്ട് ബ്രിട്ടീഷ് ഓഫീസറിൻ്റെ വൈഫിന് കൊടുത്തിട്ട് വൈഫിനെ സോപ്പിടാനാണ് നമ്മുടെ രാജാവിൻ്റെ പരിപാടി. ഓക്കെ, സോ ആസ് സൺ ആസ് ദി ഓർഡർ വാസ് സെൻറ്റ്, അവിടെ നിന്ന് അവർ സാധനങ്ങൾ അയച്ചു. Some 50 rings arrived. 50 diamond rings വന്നു. The Maharaja sent the whole lot to the British officers. Good lady. So നമ്മുടെ മഹാരാജാവ് 50 എണ്ണം നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് ഓഫീസിൻ്റെ വൈഫിന് അയച്ചു കൊടുത്തു. The king and the minister expected the Duraisani to choose 1 or 2 rings and send the rest back. Within no time at all, the Duraisani sent her reply, "Thank you very much for your gifts." സോ നമ്മുടെ രാജാവും ദിവാൻജിയും വിചാരിച്ചത് 1 or 2 ഡയമണ്ട് റിങ്സ് ചൂസ് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ കൊടുത്തയക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും അല്ല മക്കളെ, ഡയമണ്ട്സ് കണ്ടാൽ ലേഡീസ് വിടുമോ? അതും ഫ്രീ ആയിട്ട് കിട്ടുന്നത് 50 എണ്ണം സെക്രട്ടറി ഓഫീസിൻ്റെ വൈഫ് അടിച്ച് മാറ്റിയിട്ട് പറയും, ഓ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നൊരു മെസ്സേജ് മാത്രം തിരിച്ചയക്കും.
പക്ഷേ 2 ദിവസത്തിനുള്ളിൽ what happens? In 2 days a bill for 3 lakh of rupees came from the British dwellers. The Maharaja was happy that though he had lost 3 lakh of rupees, he had managed to retain the kingdom. So 3 ലക്ഷത്തിൻ്റെ ബില്ലാണ് കാൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ രാജാവ് അത് കാണുമ്പോൾ വിചാരിക്കും, ശരി സാരമില്ല, 3 ലക്ഷമല്ലേ പോയുള്ളൂ, എനിക്ക് എൻ്റെ രാജ്യം തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. So he was happy that even though he lost 3 lakh rupees, he was able to save his kingdom. Okay, so there ends our part 3. So I'm stopping this video with this part 3. 4 and 5 we will continue in the next video. So I always tell you, please subscribe to my channel, watch it carefully. Whenever you watch my videos, please make sure that you open your textbook also in front of you. Even though I'm reading each line and explaining, I would like you to just keep your textbook open so that you can write down the meanings if required. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസ് കുറേ കുട്ടികൾ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് കാണാതെ സബ്സ്ക്രൈബേഴ്സ് കുറവും വ്യൂവേഴ്സ് കൂടുതലുമാണ്. സോ പ്ലീസ് ഐ റിക്വസ്റ്റ് യു ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് എൻകറേജിങ് മീ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.